Greetings from Advanced Skill Development Center or Sripati Engineering College. In this video, we will be looking through the processes to get eligible for the Google Cloud Associate Engineering course. So those who have registered for the Google ACE program would have received a mail like this. So this is the basic invitation that you will receive to get enrolled to this program. So in the academic year of 2019-20, we offered this course, and most of the colleges offered this course, but the completion rate was very low. The students who have enrolled in most of the colleges failed to complete the course. Fortunately, Sripati was able to achieve 97% completion, and also we were awarded with one more chance to offer this course. So this time, Google has made some mandatory conditions for the students to get enrolled to this course. മുൻകാലങ്ങളിൽ അതായത് കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് ഈ കോഴ്സ് ഓഫർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഗൂഗിൾ ത്രൂ ലഭിച്ചു. അഡ്വാൻസ്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ത്രൂ നമുക്ക് ഗൂഗിൾ ഇങ്ങനെ ഒരു കോഴ്സ് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ മറ്റു കോളേജുകളിൽ കുട്ടികളിൽ ഇതിൽ ഒരുപാട് എൻറോൾ ചെയ്യുകയും എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സ്ഥിതിഗതിയും വന്നപ്പോൾ ഗൂഗിൾ ഇപ്രാവശ്യം കുട്ടികൾക്ക് എൻറോൾ ചെയ്യുന്നതിലേക്ക് കുറച്ച് സ്ട്രിക്റ്റ് കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് you would have received a mail like this. So the first eligibility criteria is to complete a basic quest in Quick Labs. സോ നമ്മൾ ഗൂഗിൾ ഏസ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഏസിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ കരിയർ റെഡിനെസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് ദിസ് പ്രോഗ്രാം യു നീഡ് ടു ബി അവെയർ ഓഫ് 3 platforms. The first one is the Coursera platform. സോ ഈ Coursera പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. So inside the Coursera platform, there are 5 courses or a specialization course which consists of 5 different courses, and each course will be spanning around 5 to 7 weeks. So the first requirement for the Google ACE program completion is the completion of Coursera specialization. So once you complete the Coursera specialization course, then you are eligible to move on to the QuickLab Quest. So around 5 quests are there. So once you complete this quest, then you are eligible to move for the professional certification. Google ACE പ്രോഗ്രാമിലെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നമുക്ക് കമ്പൽസറി അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങളുടെ പുറത്തുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലുള്ള കമ്പനികൾക്ക് നിങ്ങളുടെ കരിയറിനെ ഒരു വിസിബിൾ ആക്കണമെങ്കിൽ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ ഗോ ഫോർ ദ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. കോഴ്സേറ പ്ലാറ്റ്ഫോമിലുള്ള സ്പെഷ്യലൈസേഷൻ കോഴ്സ് കംപ്ലീഷൻ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ഫ്രം കോഴ്സേറ പ്ലാറ്റ്ഫോം, ആൻഡ് ഇറ്റ്സ് ഇക്വലൻറ്റ് ഫോർ ആക്ടിവിറ്റി പോയിൻറ്റ്സ് അണ്ടർ KTU, ആൻഡ് ഓൾസോ it will make you eligible to attend the placement drive offered by Advanced Skill Development Center of ASAP, Government of Kerala. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഗൂഗിൾ ഏസ് പ്രോഗ്രാമിന് ക്വാളിഫൈഡ് ആവലാണ്. അപ്പോൾ ഗൂഗിൾ ഏസ് പ്രോഗ്രാമിന് ക്വാളിഫൈഡ് ആവണമെങ്കിൽ യു നീഡ് ടു അറ്റൻഡ് എ ബേസിക് ക്വസ്റ്റ്. അപ്പോൾ ആ ബേസിക് ക്വസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങളുടെ ഇൻവിറ്റേഷനിലുള്ള ഗോ ടു ക്വസ്റ്റ് ടാബ് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി റിഡയറക്റ്റഡ് ടു എ പേജ് ലൈക്ക് ദിസ്, ആൻഡ് ഹിയർ യു വിൽ ബി ആസ്ക്ഡ് ടു എൻറോൾ ടു ദിസ് ക്വസ്റ്റ്. ആൻഡ് ഇൻ ദ ടോപ്പ് റൈറ്റ് കോർണർ യു ക്യാൻ സീ 2 tabs ആസ്കിങ് ടു സൈൻ ഇൻ ഓർ ടു ജോയിൻ. സോ ക്വിക്ക് ലാബ്സ് പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ബട്ടൺ കൊടുക്കുക. ദോസ് ഹു ആർ ഫെമിലിയർ വിത്ത് this Quick Labs platform, then you can go for a sign in option. Sign in ആയാലും join ആയാലും you will be redirected to a page where you need to enter your credential, Google account credentials enter ചെയ്യേണ്ട ഒരു വിൻഡോയിലേക്കാണ് നിങ്ങളതിനെ റീഡയറക്റ്റ് ചെയ്ത് പോവുക. So once you get inside the Quick Lab platform, you can see that the basic quest that you need to complete to become eligible for the Google ACE program is the Google Cloud Essential Quest. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ് വിത്ത് അറൗണ്ട് 5 labs, 4 hours of completion, and it requires 8 credits. So it requires 8 credit. In Quick Labs, a single credit is equivalent to a single dollar or $1. So you requires $8 to complete this course or complete this basic quest.
So there is a method. Google is already offering 50 credits to students who enroll for this program or to enroll in this quest. So how to check the number of credits that you have? So click on the profile part you have. So inside that you can see the number of credits you own. So in my case it's already 0 credits because I have did lot of labs. So there is no credits present in my part. So for you, it will be showing us 5 credits. If you are joining it for the first time, you will be having 5 credits. So how to get the 50 credits? So in order to get the 50 credits to complete this lab, you navigate to the first lab. So as I mentioned earlier, this consists of 6 labs, out of which one is an optional lab. So altogether there are 5 labs and it requires 8 credits to complete. സോ ഗൂഗിൾ തരുന്ന ആ ഒരു 50 ക്രെഡിറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഹാവ് ദാറ്റ് 50 ക്രെഡിറ്റ്സ് then only we will be able to complete this lab. So in order to get that credits, you are requested to navigate to this lab, the first lab, a tour of QuickLabs and Google Cloud. So once you are inside the lab, then you can see all the instructions required to complete this lab. So I will walk through all the instructions. So before that, I will tell how to get the 50 credits. So 50 credits കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്റ്റാർട്ട് ലാബ് എന്ന് പറയുന്ന പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. So once you click, you can see a window opening like this. This is basically the provisioning of resources by QuickLabs to do the lab. So wait at least for 3 to 5 minutes. And once you complete 3 to 5 minutes, then provide end lab. Then you return to the first page from where you have came to this page and just provide a refresh and check. Then you will be credited with 50 credits. Remember that only for the students, those who have registered through Sripati earlier, can avail this 50 credits because Google need to provide this 50 credits. Already we have registered the 54 mail IDs to Google, and only for those registered students will be getting this 50 credits. So now I will explain about our lab. So this is lab is basically about familiarization of the QuickLab platform, and also as I mentioned already, the need to do our basic things that we need to complete this lab is to have some credits. അതായത് ഒരു ക്രെഡിറ്റ് ഈക്വലൻ ടു $1 ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ക്രെഡിറ്റ്സിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, വാട്ട് ഈസ് ബേസിക്കലി മെൻ ബൈ എ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം. ആ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ പറ്റാവുന്ന ഡിഫറെൻറ്റ് പാനൽസ് ആൻഡ് ഹൗ ടു ആക്സസ് ദ നാവിഗേഷൻ മെനു, ഹൗ ടു ആക്സസ് ദ cloud shell, and what are the different service roles, that is identity access management roles present in this Google cloud platform. These are the basic things that we will be checking in this thing. So once you get into this lab, you can see what are the different objectives of this lab. So as I said, QuickLab platform ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്താണ്, ഹൗ ടു എൻ്റർ ടു ദറ്റ് പ്രോജക്റ്റ്, വാട്ട് ഈസ് എ നാവിഗേഷൻ മെനു, what is a cloud shell. So all these things will be discussed in this lab. So on when we proceed with this lab, you can see the basic QuickLab fundamentals. What are the basic features of this lab? So this is basically how our lab looks like. So here you can see creating a virtual machine is a single lab. It requires 1 credit to start and the time to complete the lab is 30. Also it's a graded lab. You can see one score option here. Some of the labs in QuickLabs are graded, some of the labs are ungraded. The first lab, you can see there is no score points here. That means this is an ungraded lab. So moving on to this, we can see, as we discussed, there is a start button. There is a number of credits will be asked once you start the if you are doing a lab which requires credit. Once we press on the start lab, it will be asking a opening window to redeem the credits. The next one is the time. You can see one timer running here. So we need to complete the lab before the timer runs out. The next one is a score. As this is an ungraded lab, there is no score options present here. So you can purchase the credits, but here in our case, Google is providing us 50 credits. So there is no need to purchase new credits, because in order to purchase some credits, we require some real money and
and requires some credit cards to make the payment. So how to start a lab? As I already mentioned, click on the start window. Once you click on the start window, you will be prompted with a pop-up menu asking for credits. So once you click on the credits, you will be taken to the lab. So this is basically how the labs are provisioned. So when you proceed through the lab, you will be asking some questions, just like test your understanding. This has nothing to do with the grade you have. The grades or the scores you get is based on the task you complete inside the lab. But answering these things are very good because you can measure your understandability. So let me answer the first question. This builds a temporary environment in Google Cloud. As we know, when we click on the start button, then only the Quick Labs built some resources to do the lab. So let me check whether my understanding is correct. Clicking on, yeah, it's correct only. So like this, you can check your understandings. So next, the option is to access the Google Cloud Platform. So how to open the Google Cloud Platform? Always Google recommends you to do this lab in incognito windows, because if you have some personal IDs logged into this window, then it may interfere with the current lab session, and there are chances for issues to come across. And also, if it's an organization login, there are chances for your services to get built. So Google and Quick Labs always recommends you to sign into this particular lab through an incognito window. So you can easily access the incognito window by right clicking on the Google option and taking the new incognito window. So here I am going to the console. So just click on the open console, Google console option. Then you will be redirected to a Google credential prompting page. So here we need to sign in, but remember, we need to use the username and password provided by the Quick Labs to sign in, because this is the resources provisioned. So by clicking on the copy button, you will be copying the login option. So here I am clicking the use another account and pasting the username. So click on the next. You will be prompted to enter the password details. So password also you can directly access from the lab page by clicking the password. You will be redirected to the Google Cloud Platform. So before you go to the Google platform, Google will be asking you to accept some terms and conditions, and also to confirm the recovery mail and recovery phone. Here, this is a temporary account created by Quick Labs, so no need to update your recovery phone number and recovery mail. You can directly go on to the Google Cloud Platform. So inside the Cloud Platform, you will be prompted to accept the terms and conditions of Google. So simply click on the accept terms and conditions. If you are so much keen to know about the terms and condition, you can click on the terms and condition to read out all the terms and conditions provided by Google. It's basically some of the rules on restrictions of how to use, how not to use all these things. So here I am not going to read all the terms and service. So I am simply clicking agree and putting on agree and continue. So this is the basic interface that look like. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബേസിക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ബേസിക് യൂസർ ഇൻ്റർഫേസ് ഓഫ് ദ ഗൂഗിൾ പ്ലാറ്റ്ഫോം. ഓൺ ദ ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സി എ നാവിഗേഷൻ പാനൽ. സോ ദിസ് ഈസ് അവർ നാവിഗേഷൻ മെനു ത്രൂ വിച്ച് വി വിൽ ബി switching to different resources. So this part will be used to create most of the resources, like a virtual machine, app engine resources. Like that, we will be having different options here to navigate. So നമുക്കിവിടെ ഒരു seven different we can simply say that 7 different categories are here. So I will just go through the 7 different categories. The first one is a compute part. So inside that you can see app engine, virtual machine instances, etc. The second one is storage. The third one is databases. Fourth one is networking. Fifth one is operations. Sixth one is tools. The others are big data and artificial intelligence. So this is the navigation menu from where you can navigate to different menus of Google Cloud Platform. And the second one to introduce is the Cloud Shell. So here on the top right corner, you can see one option known as Activate Cloud Shell.
So clicking on the activate Cloud Shell, you will be redirected to a part where you can enter the command lines directly, which can be used to create resources. റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യൽ മാത്രമല്ല, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ നാവിഗേഷൻ മെനുവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ക്ലൗഡ് ഷെൽ ത്രൂ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. സോ ഹിയർ ഓൺ ദ പാനൽ യു ക്യാൻ സീ ദ പ്രൊജക്റ്റ് ഇൻഫോർമേഷൻ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ക്യാൻ ബി സീൻ ഇൻസൈഡ് ദിസ് കാർഡ്. സോ ഈ കാർഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ പ്രോജക്റ്റ് ഈസ് ഹാവിങ് എ പ്രോജക്റ്റ് നെയിം വിച്ച് ഈസ് അലോട്ടഡ് ബൈ Quick Labs. There is a project ID which is unique, and also there is a project number which is also unique. So this is the details of our project. So based on the type of task we are doing, all these entities will be required to complete our lab. So make a note of all the details of our project. And also the details of the project can be accessed from the top left side. So once click on the Quick Labs option or on the project name, then you will be having a pop-up describing the name of your project and the ID of your project. And also you can see all the projects running under the organization. So that's a basic layout, and each and every cards will be familiarized with while we proceed with this course, so which can be discussed later. So now let us look what we need to do. As the lab instance, we opened the Google platform. We entered the username provided. We entered the password provided. So from the left side panel, you will be getting all these entities. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് പാനലിലുള്ള യൂസർ നെയിം നമ്മൾ യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ നെയിം യൂസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഗോട്ട് എ പ്രോംപ്റ്റ് ആസ്കിങ് ടു ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന യൂസർ ഇൻ്റർഫേസിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. സോ ഹിയർ അഗെയിൻ യു ഹാവ് സം understanding questions. So let me answer one. What field is not found in the left panel? You can see on the left panel. So in the left panel there is no system admin. You can see the username, you can see the password, you can see the GCP project ID, you can see the open Google console. So let me check. So it's correct only. So we will proceed with the other details. So as we saw, this is the project details. You can see on the user interface on the left side there is a card mentioning all the project details. While we proceed, we already discussed about the project details that we can access from the top drop down part. And also the next part is about the navigation part. So in the navigation part, as I mentioned, there are different categories. One is a compute category, storage category, networking category, cloud operations, big data tools, and artificial intelligence. There are some more options on the navigation panel. So when you navigate to the down part, you can see some third-party agency APIs or third-party agency services. So all these things can be found in the navigations part. So next we will be discussing about the roles and permissions. So as far as Google is concerned, we will use the before that we will consider an organization. So an organization will be having n number of what we say employees. So many employees will be included in a single project. So we need to provide some access restrictions to each and every employee. Some employees need to access some particular project, but we need to deny access for some employees to that project. So there are some different hierarchy level permissions that need to be provided to different employees of an organization. So this is basically done using identity access management and admin panel. So here you can see I have selected from the home navigation menu. From there I have navigated to IAM and admin. IAM stands for identity access management. So clicking on IAM, you can see what are the different permissions right now Quick Labs have given. So this is a sample project created by Quick Labs. This may not be the real scenario. When we are considering an organization, there will be n number of projects, and n number of projects will be having another n number of employees as mapped to it. So here you can see this is our student ID, or this is the ഇതാണ് നമ്മുടെ
ക്യുക്ക് ലാംസ് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കുന്ന പ്രൊജക്റ്റ് നെയിം അല്ലെങ്കിൽ യൂസർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ദ റോൾ അസൈൻഡ് ഈസ് എഡിറ്റർ ഓർ വ്യൂവർ. So we are having the permission to edit the files and also to view the different, edit the project and view the different projects. So that's about the roles, and you will be studying more in depth about these roles when you get into the Coursera platform. So on proceeding with this, these are the primitive roles, because viewer, editor and owner are the primitive roles provided by Google. പക്ഷേ ഈ റോൾസ് വെച്ച് എല്ലാ എംപ്ലോയീസിനും നമുക്ക് കറക്റ്റായിട്ട് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. സോ ഫോർ ദാറ്റ് വി ഹാവ് കസ്റ്റം റോൾസ് ഓൾസോ. സോ പ്രിമിറ്റീവ് റോൾസ് ആൻഡ് കസ്റ്റം റോൾസ് ആർ സം ഓഫ് ദ മെയിൻ പ്രൊവിഷൻസ് ദാറ്റ് വി ക്യാൻ ആക്സസ് ഓർ വി ക്യാൻ പ്രൊവൈഡ് ത്രൂ ദ IAM panel. So when we navigate to the next part, it's about application programming interfaces. So there are several APIs that can be accessed in this Google Cloud platform. If you are having a web app, or if you are having an Android application, then there will be many services running in the background. So for that we require application program interfaces. So let us familiarize with some of the APIs here. So on moving on to the dashboard or library, you will be able to see what all APIs are running. So here I have selected the dashboard. Right now you can see there will be no APIs running here. So let me move on to the library, and inside the library you can search for any APIs. So here let me check here. I am selecting a Dialogflow API, and once you click on the API, these APIs will run in the background, and you can run what your front end side and maybe ran in the front end. So by simply clicking on the enable option, you can enable the APIs, and now it will be showing up in the main window. So the next part will be something that we need to discuss about the Cloud Shell. So Cloud Shell is an easy method by which we can go for creating resources, provisioning resources using code lines. So here let us see how to do some coding. So this is the basic Cloud Shell interface. Already I show you how to select the Cloud Shell interface. So inside the Cloud Shell interface, you can provide some commands. So let me check inside. In the lab, it is asking us to list the uh, to try the some of the basic commands. So here you can see a command known as gcloud auth list. So gcloud auth list is provided to have or to list all the current projects running under our student ID. So here you can see the active account is student04, that is already present inside here. So that's the active account we have, and in the active account we can do some things. So here we are going to access a text file. Before that, let us check what are the different files present here. So listing the files, we can see one readme cloud shell.txt. So here we are creating a new text, touch text.txt. So if we check the number of files inside again, you can see that file also. So here you can see text.txt, a new file came now. So we created a file known as test.txt. So we have lot of options like nano, cat, cat, like that to edit and to display the text. So here I will show a simple example to edit the text. So here we will be using the command nano. So on clicking nano, you will be taken to some page where you can, in the terminal, you can edit some text inside the thing. In order to exit, you need to press Ctrl X and putting yes, you and pressing enter, you will be taken back. So now let us see whether the text entered by yes is present inside the. For that we are using the command cat.text.txt will be giving us. So here you can see the content inside the text file is Google. So this is basically a test creation and test editing part that we did using the terminal or the Cloud Shell. There are numerous
operations that can be performed using this Cloud Shell. Whatever things that we do in using the navigation menu can be done using the Cloud Shell. But before that, we need to master different things also. So this is basically what we have in our first basic lab. So once you complete this lab, you can go to the end lab option. So remember, do not keep your lab as it is, because your time may run out. Once your time runs out, then you may not be able to access your lab again. സോ എപ്പോഴും നിങ്ങളുടെ ലാബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻഡ് ലാബ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. യു വിൽ ബി ഗെറ്റിംഗ് എ പ്രോംപ്റ്റ്, click on OK, and you will be asked to rate the lab. So simply click on the 5-star, or as per your wish, you give some ratings. And if you have any comments that you have faced so and so difficulties during while doing the lab, and also there was some technical glitches in the lab, so such things you can monitor, or you can write in the comment box. So clicking on submit, you will be officially closing the lab, or you will be officially ending your lab session. So like this, we have 5 more labs to complete in this quest. So once you complete the quest, you will be getting a green tick here. So after that, you can proceed to the next lab. So we will check the next labs in our next video sessions. So thank you for watching.